പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പുലർച്ചെയാണോ രാത്രിയാണോ സംശയങ്ങൾ ഉണ്ടാവും. ഇത് പുലർച്ചെ 5 മണിയാണ്. ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച തൃശ്ശൂർ പോവുകയാണ്. ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരുണേട്ടൻ്റെയും ബഗീഷിനെയും ഹൗസ് വാമിംഗ് ആണ് തൃശ്ശൂർ. അപ്പോൾ അതിനു വേണ്ടി പോകുന്ന തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത്. അപ്പോൾ 5:40 ട്രെയിനിനാണ് ഞങ്ങൾ പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ വരെ കാറിൽ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉള്ള എല്ലാവരും കാറിൽ കുത്തിക്കയറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പുലർച്ചെ ആയതുകൊണ്ട് എല്ലാവർക്കും ഉറക്കത്തിന്റെ പ്രശ്നവും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ മേക്കപ്പിനൊന്നും യാതൊരു കുറവും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ യാത്ര തുടങ്ങുന്നു. നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ പഴയ റെയിൽവേ സ്റ്റേഷൻ അല്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടില്ലേ. ഞാനിപ്പോൾ കുറേ കാലമായി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇത്ര മോഡിഫൈ ചെയ്ത കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ കാര്യം മനസ്സിലാക്കുന്നത്. ഇതിൽ ആലോട്ടം കാറ് പാർക്ക് ചെയ്ത് വരുമ്പോൾ എടുത്ത വീഡിയോ ആണ്. നമ്മൾ അവിടെ ഇറങ്ങിയപ്പോടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വേറെ ഏതോ ഒരു സ്ഥലം പോലെ ഉണ്ട്. ഒരു എയർപോർട്ടിന്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ട്. ഉള്ളിലുണ്ട് അങ്ങനെ തന്നെ. അപ്പോൾ അവിടുന്ന് ടിക്കറ്റും എടുത്ത് അതിനിടയിൽ ലാലോട്ടിൻ്റെ ഒരു ഫ്രണ്ടാണ് സുരേഷ് ഏട്ടനെ കണ്ട് കുറച്ച് സംസാരിച്ച് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ട്രെയിനിന് വേണ്ടിയിട്ട്. അപ്പം വസുദേവിന് ഏതോ ഒരു സ്ഥലത്ത് എത്തിയൊരു ഫീലാണ്, എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോവാണ്. നമുക്ക് പറ്റിയൊരു അബദ്ധമായി പോയി. ബാക്കിൽ പോയി നിന്നത്. ഫ്രണ്ടിൽ ഒരുപാട് സീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ എന്തോ ഒരു കാരണത്താൽ അങ്ങ് ബാക്കിലേക്കായിപ്പോയി. അപ്പോൾ സീറ്റിന്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് വന്നുപോയി. നമ്മളെ നായകൻ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ നായികയാണെങ്കിൽ ഒരു കളറുള്ള മുട്ടായി എവിടെയെങ്കിലും കണ്ടാൽ അവിടെ നിൽക്കും. പിന്നെ അവിടെ നിന്ന് ഒരു മുട്ടായി വാങ്ങാണ്ട് ഇയാൾ ഇറങ്ങൂല. അപ്പോൾ രാവിലെയാണോ അല്ലെങ്കിൽ രാത്രിയാണോ എന്നുള്ളൊരു ബോധമൊന്നും അയാൾക്കില്ല. എപ്പോഴാണെങ്കിലും ഒരു മുട്ടായി കിട്ടിയാൽ മതി. അപ്പോൾ അവിടെ നിന്നൊരു മുട്ടായി വാങ്ങിച്ച് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ ഒരു ചായ ലാലോടിന് നിർബന്ധമാണ്. അങ്ങനെ ഒരു ചായ ഭ്രാന്തൊന്നുമില്ല, എന്നാലും ചായ ഭ്രാന്തുള്ള ഒരാൾ പപ്പയാണ്. അപ്പോൾ ലാലോടിന് അവിടെ പുലർച്ചെ തന്നെ ആയതിനെ കൊണ്ടായിരിക്കും ഒരു ചായ എല്ലാം വാങ്ങിച്ച്. വേറെ ആരും ഒന്നും കുടിച്ചിട്ടില്ല. ലാലോടിനൊരു ചായയും വടയെല്ലാം കുടിച്ച് നല്ല സെറ്റായിട്ട് നിൽക്കുന്നതാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ട്രെയിന് വെയിറ്റ് ചെയ്യുന്നു. ഞാനും ഇരുന്നിട്ടുണ്ട്. അതിനിടയിൽ നമ്മളെ വീഡിയോ തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്, എത്രത്തോളം വ്യൂസ് കിട്ടുന്നുണ്ട്, എത്രത്തോളം റീച്ച് ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ റീച്ച് ആവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം നമുക്ക് വേണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുമ്പോൾ അതിന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. കാരണം നമ്മളൊരു വലിയൊരു ചെറിയൊരു ആഗ്രഹത്തിൽ തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിഗയാണ് എൻ്റെ ക്യാമറമാൻ. നമ്മൾ എല്ലാവരും കൂടെ പോകുന്ന സമയത്ത് വിഗമോളാണ് എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ വേറൊരു ട്രെയിനാണ് വന്നത്. അതിൻ്റെ വീഡിയോസ് എല്ലാം അവളെടുത്ത് നമ്മുടെ ട്രെയിനിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ വീഡിയോ മാത്രം എടുത്തിട്ട് നമ്മളെ ജീവൻ അപായപ്പെടുത്തരുതല്ലോ. അപ്പോൾ നമ്മൾ അതെല്ലാം സേഫ്റ്റി എല്ലാം നോക്കിയിട്ട് വേറെ വീഡിയോസ് എടുത്താൽ മതി. നമ്മുടെ ട്രെയിനിൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിൽ കയറിയതിന് ശേഷം മാത്രമേ വേറെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ ഇതാണ് അവസ്ഥ. ഒരു ചെറിയ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഒരു വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന്, ചെറിയ മക്കളെല്ലാം ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്ന് അവിടെ എത്തണം എന്നുള്ളതേനുള്ളൂ. ആ സമയത്ത് വീഡിയോ എടുക്കേണ്ടതൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഷൊർണൂരിൽ എത്തിയ സമയത്താണ് നമുക്കൊരു കുറച്ചെങ്കിലും ഒന്ന് കാല് നീട്ടി വെക്കാനെല്ലാം വരുന്നൊരു സീറ്റ് കിട്ടിയത്. അങ്ങനെ അവിടെ ഇരുന്ന്. ഇതിപ്പോൾ നമ്മൾ എത്തിയത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ എത്തി ഞങ്ങൾ നടക്കുന്നതാണ്. അവിടുന്ന് ബസ്സിന് പോകണം. അപ്പോൾ ലൊക്കേഷനിൽ അയച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബസ് ഉണ്ട്. ആ ബസ്സിന് പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെയാണ് വീട്, കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ബസ്സിലെത്തിയിട്ടുണ്ട്. സാൻവി മോള് പറഞ്ഞതുപോലെ ആരും ഇല്ലാത്ത ബസ്. അപ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ബസ്സാണ്. അവിടെ നിന്നൊരു 10 കിലോമീറ്ററേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. വസുദേവും ഉണ്ട്. വസുദേവിനും പുതിയ കാഴ്ചകളാണ്, പുതിയ അനുഭവങ്ങളാണ്. വസുദേവ് പിന്നെ എന്ത് അനുഭവം ഉണ്ടെങ്കിലും അടങ്ങി നിൽക്കുന്ന സ്വഭാവം വസുദേവിന് ഇല്ലാത്തത് കൊണ്ട് എന്തെല്ലോ കളിക്കുന്നുണ്ട്. അവസാനം കണ്ടക്ടർ സ്ഥലത്തിന്റെ പേര് പറയുന്നത് കേട്ടിട്ട് വസുദേവ് വിചാരിച്ച് വസുദേവിനെ ചീത്ത പറയുന്നതാണ്. ആ കടത്തം വസുദേവ് കടന്നിട്ട് അവിടെ എത്തിയിട്ടാ പിന്നെ വസുദേവ് എണീച്ചിട്ടുള്ളൂ. അപ്പൊ നല്ല അടിപൊളി സ്ഥലം. ഈ പച്ചപ്പെല്ലാം കാണുമ്പോൾ വിചാരിച്ചൊരു വീഡിയോ അവിടെ നിന്ന് എടുത്താലോ എന്ന് ചോദിച്ചു. പിന്നെ ബസ്സിലായതുകൊണ്ട് ഇറങ്ങിയിട്ടൊന്നും പോയിട്ട് എടുക്കാൻ പറ്റൂലല്ലോ.
അപ്പൊ വികി ഇങ്ങനെ വീഡിയോസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ എത്താനായി, അത്ര അധികം നേരം ഇരിക്കേണ്ട വന്നിട്ടില്ല. അവിടെ എത്തി അപ്പോഴത്തേക്കും ഗംഗാപ്പം വന്നിട്ടുണ്ടെന്ന് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അതിനടുത്ത് തന്നെയാണ് വീട്, നടന്നു പോകാനേ ഉള്ളൂ. ബസ് ഇറങ്ങി നടക്കുന്നതാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. രാവിലെ എണീറ്റ് വന്നതാണ്. നമ്മൾ ഷൊർണൂർ എത്തിയാൽ ഓരോ വടയും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും വസ്തയിച്ചൊന്നും ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ നമുക്ക് ചായ എല്ലാം റെഡിയാണ്, അതുകൊണ്ടാണ് പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിന്നത്. അപ്പൊ ഇതാണ് അവരുടെ സ്ഥലം. ഇതൊരു വില്ലയാണ്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം, കാരണം ഒരുപോലത്തെ കുറേ വീടുള്ള ഒരു സ്ഥലം. അപ്പൊ നമ്മൾ ചിരിക്കുന്ന എന്താന്ന് വെച്ചാല്, അങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു വീഡിയോഗ്രാഫർ നടന്നു വരുന്നുണ്ട്, ഇങ്ങനെ അങ്ങോട്ടേക്കും ഒരു വീഡിയോഗ്രാഫർ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അരുണേട്ട നമ്മളെ വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ അരുണേട്ടനോട് പറയുന്നുണ്ട്, കുറച്ച് വീഡിയോസ് എനിക്ക് തരണേ എൻ്റെ വീഡിയോയിൽ ഇടാന്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അതിന് മുന്നേ അപ്ലോഡ് ചെയ്യുന്നതാണ്. അരുണേട്ടെല്ലാം തിരക്കായിരിക്കും ഇപ്പോൾ. അപ്പോൾ ഏതാ വീട് എന്ന് വെച്ചാൽ പറഞ്ഞു തരണ്ടേ? അതാ പൂവെല്ലാം തൂക്കിയിട്ടുള്ള അതാണ് വീട്. എല്ലാ വീടും ഒരുപോലെ ഉള്ളത് കൊണ്ട് ഏതാ വീട് നമുക്ക് അടുത്തെത്തിയാൽ മനസ്സിലായത്. അപ്പൊ നല്ലൊരു സ്ഥലം, നല്ലൊരു വീട്. വീടൊന്നും മുഴുവനായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് അടുത്ത തവണ പോകുമ്പോൾ മുഴുവനായിട്ടും വീടെല്ലാം കാണിച്ചു തരാം. ഒന്നാമത് എല്ലാവരും ട്രെയിനിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എല്ലാവരും നല്ല ടയേർഡായിട്ടുള്ളത്. ആർക്കും ഒരു വീഡിയോ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത്. അപ്പൊ ഇനി വേഗം പോയിട്ട് ചായ കുടിക്കണം. വിശപ്പും ചൂടും യാത്രേന്റെ ബുദ്ധിമുട്ടും എല്ലാം വന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പൊ ഇതാണ് വീട്, നല്ലൊരു അടിപൊളി വീട്, നല്ല വീട്, അത്രയേ ഉള്ളൂ. ഇതിന്റെ ഉൾഭാഗം നമുക്ക് അടുത്ത വീഡിയോസുകളിലെല്ലാം ഉൾപ്പെടുത്താം. അപ്പൊ അതാണ് ഗൃഹനാഥ. ഗൃഹനാഥ ഇതാ നമ്മൾ കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഗൃഹനാഥക്ക് കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ഉള്ളില് അവര് നമ്മളോട് വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നതാണ്. ഇത് അമ്മേനെ അന്ന് കണ്ടിട്ടുണ്ടാവും, അത് ഏച്ചിയാണ്. അവരിൽ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതാണ്, ട്രെയിനിൽ വന്ന കഥകളെല്ലാം സംസാരിക്കുന്നതാണ്. അപ്പൊ നമ്മളെ മുന്നേ വന്നിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ നമ്മുടെ ട്രെയിനിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബാക്കിലായതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. മുന്നിൽ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഇങ്ങനെ പറയുന്നതാണ്. ഇതെല്ലാണ് അവിടുത്തെ ഉൾഭാഗങ്ങള്. നല്ല വീടാണ്, കാണാൻ നല്ല രസമുള്ളൊരു വീടാണ്. ഇനി അടുത്തത് ചായ കുടിക്കണം, അടുത്ത പരിപാടി അതാണ്. ട്രെയിനിൽ നിന്ന് സാരിയെല്ലാം പോയതുകൊണ്ട് അമ്മ സാരിയെല്ലാം ഒന്ന് റെഡിയാക്കുന്നതാണ്. അടുത്തത് ചായ കുടിയാണ്. എല്ലാവരും നല്ല വിശന്ന് വലഞ്ഞിട്ടുണ്ടേനു. പിന്നെ അധികം വീഡിയോസ് ഒന്നും ഞാൻ അവിടുന്ന് കവർ ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത്തെന്ന് വെച്ചാൽ എല്ലാവരോടും സംസാരിച്ചല്ലേ ഇരുന്ന്. കുറെ കാലത്തിന് ശേഷം എല്ലാം കാണുമ്പോൾ കുറെ കാര്യങ്ങളെല്ലാം പറയാനുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഫോണും കൊണ്ട് പോയി നടന്നാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ മേലെ പോയി ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടേനു. ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ചോറ് തിന്നലാണ്. നല്ല സദ്യയേനു. പിന്നെ രണ്ട് സദ്യകളും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സദ്യ അവിടുത്തെ സദ്യയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ടേസ്റ്റ് വൈസിലും വ്യത്യാസമുണ്ട്. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. നല്ല 2 തരം പായസവും എല്ലാ വിഭവങ്ങളോട് കൂടിയ സദ്യയും. അതിന്റെ വീഡിയോ ആണിത്. അടുത്തത് റെസ്റ്റിംഗ് ടൈമാണ്. കുറച്ചു നേരം അകത്ത് റെസ്റ്റ് ചെയ്ത് പിന്നെ നമ്മളൊരു 2 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. കാരണം 3:40 ട്രെയിനിന് വരാന്ന്, അല്ല 2:40 ട്രെയിനിന് വരാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് എല്ലാവരോടും യാത്ര പറയുന്നത്. നമ്മൾ വരുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ട് അവിടെ, നല്ലൊരു കാലാവസ്ഥ, നല്ല മഴ പെയ്യേണ്ട ഒരു കാലാവസ്ഥ. പക്ഷെ നമ്മളെ കയ്യിലൊന്നും ആരടുത്തും കൊടയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ട്രെയിന് കയറിയാൽ മതി എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ഭയങ്കര ട്വിസ്റ്റ് ആയിപ്പോയി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, ടിക്കറ്റ് എടുത്തിട്ടില്ല. നമ്മൾ കുറച്ച് ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ പോയി നിൽക്കുമ്പോഴത്തേക്കും ട്രെയിനിൽ ഒരാൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്ത അത്ര തിരക്കാണ്. അവിടുന്ന് പകുതി ആൾക്കാരും അന്ന് മടങ്ങിപ്പോയതാണ്. ബാക്കി AC കമ്പാർട്ട്മെന്റ്സ് എല്ലാമാണ്. ജനറൽ കമ്പാർട്ട്മെന്റ്സിൽ ആർക്കും കയറാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പൊ ഞങ്ങളിൽ പോയി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയത് വെറുതെ ആയിപ്പോയി. നമ്മൾ വന്നത് KSRTCയിലാണ്. ബസ്സിൽ വരിക എന്നുള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ KSRTC ആയതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ലേനു. അപ്പൊ KSRTC വലിയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം വസും ഉണ്ട് കയ്യില്. പിന്നെ ഇന്നലെ കാലിക്കറ്റ് തീപിടുത്തുള്ളത് കൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കാലിക്കറ്റ് എത്തിയ സമയത്ത് നമ്മളെ ബസ്സിൽ. അപ്പോൾ ടൗണിൽ ഇറങ്ങി ബിരിയാണി പീടികയിൽ പോയി. രാത്രിയിലത്തെ വിശപ്പ് സഹിക്ക വയ്യാതായിട്ടുണ്ട്. അപ്പോൾ നല്ല മന്തിയും വാങ്ങിച്ച് നല്ല മന്തിയും കഴിച്ച് അന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് തീരുകയാണ്.